മലയാള സിനിമ ഒരു കാലത്ത് അടക്കിവാണ നടനായിരുന്നു ദിലീപ്. ജനപ്രിയ സിനിമകളുടെ മേക്കറായ ദിലീപ് അന്ന് സിനിമാ നിർമ്മാണത്തിലും വിതരണത്തിലും അടക്കം എല്ലാ മേഖലയിലും കൈവച്ചു. ഒരു ഘട്ടത്തിൽ സൂപ്പർ താര സിനിമകളേക്കാൾ പണം വാരിയ ചിത്രങ്ങളായി ദിലീപിന്റെ ചിത്രങ്ങൾ മാറി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ പതനം തുടങ്ങി. സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു. താരത്തിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം. വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2017 ഫെബ്രുവരി 17-നാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത്. കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത്. ഇപ്പോഴിതാ ദിലീപിനെ കുറിച്ച് നടൻ നന്ദു പൊതുവാൾ പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ്. മലയാള സിനിമയിൽ ചെറുതും വലുതുമായി ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള താരമാണ് നന്ദു പൊതുവാൾ. ചെറിയ റോളുകളിൽ വന്നു പോവുകയാണെങ്കിലും അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മിമിക്രി വേദികളിലൂടെ അഭിനയത്തിലേക്ക് എത്തിയ താരമാണ് നന്ദു. അങ്ങനെ ദിലീപ് അടക്കമുള്ള നടന്മാരുമായി അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. മലയാള സിനിമയിൽ ഒന്നിലധികം മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾ ഒട്ടേറെയുണ്ട്. മൺമറഞ്ഞുപോയ നടൻ ബാലകൃഷ്ണൻ അറിയപ്പെടുന്ന ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഇന്ദ്രൻസ് സിനിമയിൽ വസ്ത്രാലങ്കാര മേഖലയിൽ മികവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. അത്തരത്തിലൊരു പ്രതിഭയാണ് നന്ദു പൊതുവാൾ. ഒരു നടൻ എന്നതിലുപരി പ്രൊഡക്ഷൻ മാനേജറായി ഒട്ടേറെ ചിത്രങ്ങളുടെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി അദ്ദേഹം മാറിയിരുന്നു. അതിന്റെ തിരക്കുകളിടയിലും ചിലപ്പോൾ അഭിനയത്തിലേക്കും അദ്ദേഹം ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. ഒരു കാലത്ത് മലയാള സിനിമയിലെ ആസ്ഥാന വഴിപോക്കൻ എന്ന വിശേഷണമായിരുന്നു നന്ദു പൊതുവാളിന് ട്രോളർമാർ കൽപ്പിച്ചു നൽകിയത്. ഇപ്പോഴിതാ തന്റെ സിനിമാ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് നന്ദു പൊതുവാൾ. സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവിനെ കുറിച്ചും മലയാള സിനിമയിലെ താരപുത്രന്മാരുടെ കഴിവിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഏറെ കാലത്തിന് ശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ടിപ്പിക്കൽ ആക്ഷൻ മൂവിയാണ് ഒറ്റക്കൊമ്പൻ എന്നും അത് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ആയിരിക്കുമെന്നും നന്ദു പൊതുവാൾ പറയുന്നു. മാസ്റ്റർ ബിൻ എന്ന യൂട്യൂബ് ചാനൽ നൽകിയ ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നന്ദു പൊതുവാളിന്റെ വാക്കുകൾ ഇങ്ങനെ: ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടേത് അടിപൊളി സബ്ജക്റ്റ് ആണ്. ഒരു മാസ് പടമാണ്. അടിയും ഇടിയും ഒക്കെ ഉണ്ട്. സുരേഷ് ഏട്ടനൊക്കെ അതുപോലെയുള്ള കഥാപാത്രം ചെയ്തിട്ട് കുറെ കാലമായി. ലേലത്തിന്റെയൊക്കെ വെറും പതിപ്പാണിത്. ലേലം തിരക്കഥ വായിച്ചപ്പോൾ തന്നെ സൂപ്പർ ഹിറ്റ് ആവുമെന്ന് ഉറപ്പായിരുന്നു. രഞ്ജി പണിക്കർ സാർ അന്ന് കത്തി നിൽക്കുന്ന സമയമാണ്. അതിലെ ഓരോ സീക്വൻസുകളും ഡയലോഗുകളും ശരിക്കും പിടിച്ചിരുത്തുന്നതായിരുന്നു. അഭിനയമോഹം ഉള്ളിലുള്ളത് കൊണ്ട് നടന്മാരൊക്കെ അഭിനയിക്കുന്നത് ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. അവരൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നായിരുന്നു നോക്കിയിരുന്നത്. ലാൽ സാർ അഭിനയിക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ നോക്കി നിൽക്കാറുണ്ട്. ദിലീപിന്റെ ഓരോ ചലനങ്ങളും ഞാൻ കാണാറുണ്ട്. അവരൊക്കെ ആയിട്ടാണ് കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്. ദിലീപിന്റെ പെട്ടെന്നുള്ള കൗണ്ടറും അതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷനും ഒക്കെ നോക്കി നിന്ന് പോകും. നിമിഷ നേരം കൊണ്ടൊക്കെ ഇത് മാറ്റിക്കളയും. മുഖത്തെ ഭാവമാറ്റങ്ങളും നോക്കി നിൽക്കാറുണ്ട്. മലയാളത്തിലെ താരപുത്രന്മാർ എല്ലാവരും മിടുക്കരാണ്. ആരെയും മോശക്കാരായി കാണാൻ കഴിയില്ല. ജയറാംജിയുടെ മകനൊക്കെ തമിഴിലൊക്കെയാണ് കൂടുതലായും പ്രവർത്തിക്കുന്നത്. ദുൽഖറിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. സുരേഷ് ഏട്ടന്റെ മക്കൾ നല്ല കഴിവുള്ളവരാണ്. എന്നാൽ അത് തെളിയിക്കാൻ പറ്റുന്ന ചിത്രങ്ങൾ അത്ര കിട്ടിയില്ല. മക്ബുലും നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. കഴിവുള്ളയാളാണ്. അവരൊക്കെ അഭിനയിക്കുന്ന കുടുംബത്തിൽ നിന്ന് വന്നവരല്ലേ. ദിലീപ് തനിക്ക് രക്ഷകനായതിനെ കുറിച്ചും അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടോ എന്നതിനെ പറ്റിയും നന്ദു സംസാരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: എന്റെ രക്ഷകൻ ദിലീപാണ്. അതെവിടെ വേണമെങ്കിലും ഞാൻ പറയും. കലാഭവൻ അഭി വിളിച്ചിട്ട് നീ നാട്ടിലേക്ക് വാ, നമുക്കിവിടെ പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നത് ആ സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ അഭി കൊച്ചിൻ സാഗർ എന്ന ട്രൂപ്പ് തുടങ്ങി. അതിലേക്ക് ദിലീപ് അടക്കമുള്ളവരും എത്തി. അവിടെ നിന്നാണ് ദിലീപുമായി കൂടുതൽ അടുക്കുന്നത്. ആ പരിചയത്തിലാണ് പലയിടത്തും എന്നെ സിനിമയിലേക്ക് കൂടുതൽ പരിചയപ്പെടുത്തുന്നത്. ദിലീപായിരുന്നു മലയാള സിനിമ ഇൻഡസ്ട്രിയെ പ്രത്യേക രീതിയിൽ കൊണ്ടുപോയിരുന്നത്. ഓരോരുത്തരായി ശത്രുക്കളായി വന്നതോടെ അത് പോയി. എന്തിനാണ് ശത്രുത കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാറില്ല. പുള്ളിയുടെ വളർച്ചയിൽ ഒരുപാട് പേർക്ക് അസൂയുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ നശിപ്പിച്ചതാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത്രയും വർഷമായിട്ടും ആ സംഭവങ്ങളെ പറ്റിയോ അദ്ദേഹത്തിന്റെ വിഷമങ്ങളോ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല. ദിലീപ് നല്ല കഴിവുള്ള വ്യക്തിയാണ്. അടുത്ത വീട്ടിലെ പയ്യനെ പോലെയാണ് ദിലീപിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും ദിലീപ് അത് ചെയ്താൽ ഏൽക്കും. അദ്ദേഹം തിരിച്ചു വരും. പല കഥകളും മീഡിയ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അല്ലാതെ സിനിമയിലെ താരങ്ങളിൽ അദ്ദേഹത്തിന് ആരും ശത്രുക്കളായി ഇല്ല എന്നും നന്ദു പൊതുവാൾ പറഞ്ഞു.